തുടങ്ങി പാവപ്പെട്ടവരെയും പണക്കാരനെയും അറിവുള്ളവനെയും ഇല്ലാത്തവനെയും ഒരേ കുടക്കീഴിൽ ഒരു മാലയിൽ ചേർത്ത മുത്തുമണികളെപ്പോലെ ഐക്യത്തോടെ ഈ മഹല്ലത്തിനെ കൊണ്ടുവന്ന് അക്കാലത്ത് അതിമനോഹരമായ മസ്ജിദുൽ ഹിദായ നിർമ്മിച്ച് ദാറുൽ ഹിക്മ എന്ന മദ്രസ സ്ഥാപിച്ച് ഈ മഹല്ലിനെ മറ്റു മഹല്ലുകൾക്ക് മാതൃകയാക്കി മഹാനായ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞു. വിട പറയുമ്പോൾ കക്കോടുള്ള നിവാസികൾക്ക് തന്റെ ശിഷ്യന്മാർക്ക് ഒരു വസിയത്തും കൂടി നൽകിയിട്ടാണ് ഉസ്താദ് നമ്മോട് വിട പറഞ്ഞത്. ദാറുൽ ഹിക്മ നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സംരക്ഷിക്കണമെന്ന ഒരു വസിയത്ത് നൽകിക്കൊണ്ടാണ് മഹാനായ ഉസ്താദ് നമ്മോട് വിട പറഞ്ഞത്. ആ മദ്രസയെ ഭിന്നിപ്പിച്ചത് സമസ്തയുടെ അണികളാണെന്ന് യാതൊരു സങ്കോചവും കൂടാതെ വിളിച്ചു പറയാൻ നാണമില്ലല്ലോ നിങ്ങൾക്ക്. ആരാണ് ദാറുൽ ഹിക്മ മദ്രസയെ ഭിന്നിപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് ദാറുൽ ഹിക്മ മദ്രസയെ ഭിന്നിപ്പിച്ചത്? 1989 കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി ഉസ്താദുൽ നസാഇ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് മുസ്ലിയാരും മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും നിലന്ന സമയത്ത് ഏതാനും പേരെ ഉസ്താദുമാർക്ക് എതിരെ വികാരം പ്രവർത്തിച്ച ചില ആളുകളെ സമസ്തയിൽ നിന്നും പുറത്താക്കി. ആരാ പുറത്താക്കുന്നത്? 3 തലമുറയിൽപ്പെട്ട ഉസ്താദുമാരടങ്ങുന്ന ഒരു വലിയ പണ്ഡിത സഭ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് മഹാനായ കെ.കെ. അബൂബക്കർ ഹസ്രത്ത്. കെ.കെ. അബൂബക്കർ ഹസ്രത്തിന്റെ ശിഷ്യനാണ് പുറത്താക്കപ്പെട്ടവരുടെ നേതാവ്. അങ്ങനെ പുറത്താക്കപ്പെട്ടവർ പുതിയൊരു സംഘടനയും പുതിയൊരു വിദ്യാഭ്യാസ ബോർഡുമുണ്ടാക്കി മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരെ 1ാം പ്രതിയും മഹാനായ ശംസുൽ ഉലമയെ 2ാം പ്രതിയുമാക്കി. സമസ്തക്കെതിരെ കേസുകളോട് സമുദായത്തിൽ ഫിത്ന തുടങ്ങി. ആ ഫിത്നയുടെ ഏജന്റുമാരായി ഈ മഹല്ലത്തിലും ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തു. മഹല്ലത്തിൽ മുഴുവൻ കുഴപ്പമായി, പ്രശ്നമായി. വെള്ളിയാഴ്ചകളിൽ പള്ളിക്ക് മുമ്പിലും കമ്മിറ്റി യോഗങ്ങളിലും ആകെ വിവാദങ്ങളായി. ആ സമയത്ത് നാട്ടിലൊരു സമാധാനമാകട്ടെ എന്ന നിലയിലാണ് മദ്രസ തൽക്കാലം 2 വിഭാഗമായി നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ മദ്രസ വിഭജിക്കപ്പെടുകയാണ്. മദ്രസ വിഭജിക്കപ്പെട്ടു. ഞങ്ങളാണോ അതിന് ഉത്തരവാദികൾ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ദാറുൽ ഹിക്മ മദ്രസയുടെ മുറ്റത്തേക്ക് പോയി നോക്കുക. ഈ സംഭവങ്ങളുടെ സാക്ഷിയായി ഞങ്ങളുടെ സമസ്തയുടെ മദ്രസയുടെ മുകളിൽ കറുത്ത നിറത്തിലുള്ള ഒരു പലക അവിടെ കാണാം, ബോർഡ്. അവരുടെ മദ്രസയിൽ ഒരു പുതിയ ഫ്ലക്സ് ബോർഡും കാണാം. 2 മദ്രസയുടെ ബോർഡുകളും ഒന്ന് താരതമ്യം നോക്കിയാൽ പൂർവികർ സ്ഥാപിച്ച ആ നെയിം ബോർഡിനും ഇപ്പോൾ അവരുണ്ടാക്കിയ ബോർഡും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ആരാണ് മദ്രസ ഭിന്നിപ്പിച്ചതെന്ന്. ഇനി അതിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഈ ഭിന്നിപ്പിച്ച ആളുകളൊക്കെ ആ മദ്രസയിൽ നിന്നും പഠിച്ചു പുറത്തിറങ്ങിയവരാണല്ലോ. നിങ്ങളുടെ പഴയ രേഖകൾ ശേഖരിച്ചു വെച്ച ആ അട്ടിയൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും ആ മദ്രസയിൽ നിന്ന് കിട്ടിയ പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ. അതിൽ നിങ്ങളുടെയും പിതാവിന്റെയും പേരും നിങ്ങളുടെ മാർക്കും എഴുതിയ ആ സർട്ടിഫിക്കറ്റിൽ കാണും ഈ മദ്രസയുടെ യഥാർത്ഥ പേര്. നിങ്ങൾ അറുപ്പോടെയും വെറുപ്പോടെയും പറയുന്ന അന്നും ഇന്നും ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അതിൽ കാണാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും ആരാണ് ഈ മദ്രസയെ ഭിന്നിപ്പിച്ചത്, ആരാണ് ഇവിടെ ഫിത്നയ്ക്ക് തുടക്കമിട്ടത്. അങ്ങനെ മദ്രസ ഭിന്നിപ്പിച്ചു. മദ്രസയുടെ 2 ഭാഗത്ത് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം 2 വിഭാഗമായി മദ്രസ തുടങ്ങാൻ അനുമതി കൊടുത്തു.
പക്ഷേ എന്താണ് പിന്നെ ഇവർ ചെയ്തത്? അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗത്തിനോടും ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം ഒരു കണ്ടീഷൻ വെച്ചു. കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഫീസുകൾ മുഴുവൻ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തെ ഏൽപ്പിക്കുക. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം തന്നെ രണ്ട് വിഭാഗത്തിനും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കും. ആരാണ് കുട്ടികളെ ലംഘിച്ചത്? ഞങ്ങളുടെ മുഴുവൻ കുട്ടികളുടെ ഫീസും ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ മുഴുവൻ കുട്ടികളുടെ ഫീസും നൽകാതെ പിടിച്ചുവെച്ച് സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോഴല്ലേ ഇവിടെ മദ്രസ വീണ്ടും പ്രശ്നത്തിലായത്, വീണ്ടും പ്രശ്നങ്ങളായി, മഹല്ലിൽ വീണ്ടും പ്രതിസന്ധികളായി. ഈ മഹല്ല് എങ്ങനെയുള്ള മഹല്ലാണെന്ന് നോക്കണം. ഈ മഹല്ലത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും ഇവിടുത്തെ രേഖകൾ മുഴുവൻ പരിശോധിച്ചാൽ അതിൽ മുഴുവൻ കാണും സമസ്ത കേരള ജംഇയ്യത്തുൽ ദാറുൽ ഹിക്മ മദ്രസ. പൂർവികർ ഈ മദ്രസയ്ക്ക് വഖഫ് ചെയ്ത മുഴുവൻ രേഖകളിലും ദാറുൽ ഹിക്മ മദ്രസയല്ലാതെ മറ്റൊരു മദ്രസയുടെ പേരും നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ഒരു മഹല്ലത്തിലാണ് പരമാവധി വിട്ടുവീഴ്ച നമ്മൾ ചെയ്ത് രണ്ട് വിഭാഗമായി ദാറുൽ ഹിക്മ മദ്രസ നടത്താൻ അനുമതി കൊടുത്തത്. അങ്ങനെ രണ്ട് വിഭാഗവും നേരത്തെ പറഞ്ഞതുപോലെ അവർ ലംഘിച്ചു, ഫീസ് കൊടുക്കുന്നത് ലംഘിച്ചു. തുടർന്നാണ് മദ്രസയുടെ നടത്തിപ്പ് രണ്ട് വിഭാഗത്തെയും ശമ്പളം കൊടുക്കാൻ ഏൽപ്പിക്കുകയും ആ ആവശ്യത്തിലേക്ക് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ വരുമാനമുള്ള ഭൂമി രണ്ട് വിഭാഗത്തെയും പരിപാലിക്കാൻ ഏൽപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് വിഭാഗവും പരിപാലിക്കുകയും ആ ഭൂമിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നികുതി അടക്കാനുള്ളത് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സെക്രട്ടറിയെ ഏൽപ്പിക്കാനും ധാരണയായി. അല്ലാതെ നിങ്ങളുടെ സംഘടനയുടെ പണമെടുത്തുകൊണ്ടല്ല നികുതി അടക്കാൻ അന്ന് ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം തീരുമാനിച്ചത്. അതുപോലെ തന്നെ അവരുടെ വാദം ഇവിടെ ഔദ്യോഗികമായി ഓഹരി വെപ്പ് നടന്നിട്ടുണ്ട്. ഈ കൂട്ടരെ ഇവിടെ അങ്ങനെ ഒരു ഔദ്യോഗികമായ രജിസ്ട്രേഷൻ തന്നെ നടന്നിട്ടില്ല. പൂർവികർ എങ്ങനെയാണോ വഖഫ് ചെയ്തത് അതതുപോലെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടുപോകാൻ മാത്രമേ പിൻഗാമികൾക്ക് അവകാശമുള്ളൂ. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ കീഴിലുള്ള ഈ വഖഫ് മുതലുകളൊന്നും ഒരു കാലത്തും ഓഹരി വെക്കാനുള്ളതല്ല എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരാരോപണം, നമ്മൾ എന്നും പുനർനിർമ്മാണത്തെ എതിർത്തവരാണത്രേ. പഴയ കഥകൾ ഞങ്ങളാരും മറന്നിട്ടില്ല. കോട്ടുപാടത്ത് നിങ്ങൾക്കൊരു പുതിയ പള്ളി വന്നപ്പോ നിങ്ങൾക്ക് കക്കോ മഹല്ല് പള്ളി തീരെ ശ്രദ്ധ ഇല്ലാതായി. കക്കോ പള്ളി നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതായി. മഹാനായ വാവാടി ഉസ്താദിന്റെ കാലത്ത് ഹൗലും നല്ലൊരു മിമ്പറയും ഉണ്ടാക്കിയപ്പോൾ അന്ന് അതിനെ എതിർത്തവരാണ് നിങ്ങൾ. ഇപ്പം വാദിക്കുന്നത് അവിടെ ഷീറ്റിട്ടതും ഇന്റർലോക്ക് വിരിച്ചതും കാർപ്പറ്റ് വിരിച്ചതുമൊക്കെ ഞങ്ങളാണ്, ഞങ്ങളുടെ സഖാഫിയുടെ നേതൃത്വത്തിലാണ്. നാണമില്ലല്ലോ കൂട്ടരെ. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സബ് കമ്മിറ്റി രൂപീകരിച്ച് കാർപ്പറ്റിന്റെ പണി ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇന്റർലോക്കും ഷീറ്റിന്റെയും പണി പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, കാർപ്പറ്റിന്റെ വിതരണത്തിന് അത് ഇരിക്കുന്നതിന് ഗൾഫിൽ നിന്നും സമസ്തയുടെ കർമ്മധീരരായ പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ സമർപ്പണമുണ്ടായതുകൊണ്ടാകുന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. എംഎൽഎമാരും എംപിമാരുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നത് പോലെ കാർപ്പറ്റ് വിരിക്കുമ്പോ അതിന്റെ മുമ്പിൽ നിന്ന് രണ്ടാളുകൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നിങ്ങളാണ് ഇതിന്റെ കാലുകളെന്ന് അറിയിക്കാൻ. എന്തിനു വേണ്ടിയാണ് ഈ പണികളൊക്കെ? അങ്ങനെയെങ്കിൽ ആ നമ്മുടെ പള്ളിയുടെ
മുൻഭാഗം പൊളിച്ചു നന്നാക്കി അതിമനോഹരമായ പള്ളിയാക്കിയത് ഞങ്ങളുടെ മാഹിരി ഉസ്താദിന്റെ കാലത്തല്ലേ? അവിടെ ടൈൽസ്, ചുമരിലൊക്കെ ടൈൽസ് പാകിയത് ഞങ്ങളുടെ തൊട്ടപ്പുറം ഉസ്താദിന്റെ കാലത്തല്ലേ? ഞങ്ങൾ ആരെങ്കിലും അവകാശപ്പെട്ടോ? ഈ രീതിയിൽ ഞങ്ങളുടെ ഉസ്താദുമാരാണ് ഇതൊക്കെ പഠിച്ചതെന്ന്, ഇതൊക്കെ നിർമ്മിച്ചത് എന്ന് ഞങ്ങൾ ആരെങ്കിലും അവകാശപ്പെട്ടോ? അതുപോലെ തന്നെ ഈ മഹല്ലത്തിൽ മുഴുവൻ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഇവരാണ്. എന്നിട്ട് എല്ലാ ആരോപണങ്ങളും നമുക്കെതിരെ. പൂർവികമായി കക്കോ മഹല്ലിന്റെ ഖാദിമാർ, നമുക്കൊക്കെ അറിയാം, വളരെ മുമ്പേ കോഴിക്കോട് ഖാദിമാരെയായിരുന്നു നമ്മൾ ഉറപ്പിച്ചിരുന്നത്. അവരുറപ്പിക്കുമ്പോൾ മാസം ഉറപ്പിക്കും നമ്മുടെ നാട്ടിലും. എന്നാൽ പുതിയ ഖാദിമാരെ കൊണ്ടുവന്ന് പുതിയ സംയുക്ത ഖാദി എന്ന പേരിലും ജില്ലാ ഖാദി എന്ന പേരിലും ആളെ കൊണ്ടുവന്ന് റമദാൻ മാസത്തിലെ അവസാനത്തെ ദിവസം നോമ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പെരുന്നാൾ ഉറപ്പിച്ച് നമ്മുടെ മഹല്ലത്തിലും ഒരേ 2 ദിവസമായി പെരുന്നാൾ ആഘോഷിച്ച അങ്ങനത്തെ ഒരു ദുരവസ്ഥ ഈ മഹല്ലത്തിലും നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഒരേ വീട്ടിൽ ജ്യേഷ്ഠനും മനുഷ്യനും ഒരാൾക്ക് നോമ്പും പെരുന്നാളും ഈ മഹല്ലത്തിലുണ്ടായതിന്റെ പിന്നിൽ നിങ്ങളല്ലേ പ്രവർത്തിച്ചിട്ടുള്ളത്? ഖാനായ എ.പി. അഹ്മദ് കുട്ടി മുസ്ലിയാർ ഐക്യത്തോടുകൂടി നമ്മുടെ മഹല്ലത്തിലെ ആളുകളെ സംഘടിപ്പിച്ച് വാർഡുകൾ തോറും നടപ്പിലാക്കിയ ഉലൂഹിയത്ത് സമ്പ്രദായം ആരാക്കത്തരെ ഭിന്നിപ്പിച്ചത്? നിങ്ങളാണ് ഭിന്നിപ്പിച്ചത്. അതുപോലെ തന്നെ ഉസ്താദ് സ്ഥാപിച്ച ഇംദാദുൽ മസാകിൻ സംഘത്തിന് ബദലായി മറ്റൊരു ഇംദാദുൽ മസാകിൻ സംഘങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ മദ്രസ 2 വിഭാഗമായി നടത്തുമ്പോഴും ഐക്യത്തോടുകൂടി നടത്തിയിരുന്ന നബിദിന റാലി ഉണ്ടാക്കിയതും നിങ്ങൾ തന്നെയാണ്. ആ നിങ്ങളാണോ പറയുന്നത് ഞങ്ങളാണ് ഈ നാട്ടിലെ ഫിത്നയ്ക്ക് കാരണക്കാരെന്ന്? നോക്കണം. ആ കൂട്ടത്തിലുള്ള നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. നിരന്തരം പ്രശ്നങ്ങളായപ്പോ അവസാനം നമ്മൾ തീരുമാനിച്ചു, ഒരു രേഖയിലാക്കിയാൽ നാട്ടിൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അങ്ങനെയാണ് മലപ്പുറം ഡിവൈഎസ്പി സാറിന്റെ മുമ്പിൽ ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയ്ക്ക് 2 കൂട്ടരും ഒരുമിച്ച് തയ്യാറാകുന്നത്. അവിടെ വെച്ച് ഒരു പുതിയ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. എന്താണ് എഗ്രിമെന്റിന്റെ ലക്ഷ്യം? നാട്ടിൽ സമാധാനമുണ്ടാകണം, ദർസുകൾ നല്ല രീതിയിൽ പോകണം, മദ്രസയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയുണ്ടാക്കി. ആ വ്യവസ്ഥയിൽ വളരെ വ്യക്തമായ കാര്യങ്ങൾ എഴുതി 2 വിഭാഗത്തിനും മദ്രസയുടെ ക്ലാസ് മുറികൾ എങ്ങനെയൊക്കെ വേണമെന്ന് നിശ്ചയിച്ചു. അതുപോലെ തന്നെ മുദരിസ് നിയമനം കാലാവധി നിശ്ചയിച്ച് മാറി മാറി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വളരെ സമാധാനം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ എഗ്രിമെന്റ് തയ്യാറായി. ആ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ പിന്നെ ഓരോന്നായി ലംഘിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. ക്ലാസ് നടത്താനുള്ള ക്ലാസുകൾ ഇരുമടത്ത്, എന്നിട്ട് അവിടെ ക്ലാസ് മുറി ഞങ്ങൾക്ക് മുഴുവൻ വേണം, അടിഭാഗം മുഴുവൻ വേണം, പുറത്തേക്കും വേണം, വരാന്തയും വേണമെന്ന് വാദിച്ചുകൊണ്ട് ഈ മഹല്ലത്തിൽ വീണ്ടും നിങ്ങൾ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു. സഹോദരന്മാരെ, വരാന്തയും മുറ്റവും കയറുന്ന സ്റ്റെപ്പുമൊന്നും ആർക്കും വിഹിതമാക്കി അല്ലെങ്കിൽ നിശ്ചയിച്ചു വെച്ചിട്ടില്ല. 2 വിഭാഗത്തിലും 400ഓളം കുട്ടികൾ പഠിക്കുന്നത് മദ്രസയുടെ വരാന്തയും മുറ്റവും ഓഹരി വെക്കുകയാണെങ്കിൽ കുട്ടികൾ കളിക്കുകയും കയറി നിൽക്കുകയും എവിടെ നിൽക്കും? ഈ ഇല്ലാത്ത വാദവുമായി വരാന്ത മുഴുവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് രംഗപ്രവേശനം ചെയ്തു. ആ വരാന്തയിൽ വളരെ സുന്ദരമായി 2 വിഭാഗത്തിലെ കുട്ടികളും ഓടിക്കളിച്ചിരുന്ന വരാന്ത. പിന്നീട് അവർ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന് ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ക്ലാസ് സൗകര്യം കുറച്ച് പോരായുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരാന്തയുടെ ഒരു ഭാഗത്ത് ഞങ്ങൾക്കൊരു ക്ലാസ് തുടങ്ങാനുള്ള ഒരു താൽക്കാലിക സംവിധാനം തരണം. അവിടെ നമ്മൾ ഉപയോഗിച്ചു ചെയ്തു.
വരാന്തയുടെ ഒരു ഭാഗത്ത് പണ്ടൊരു കഥയുണ്ട്. അറബിയുടെ കടയിൽ ഒരൊട്ടകം വന്ന് തലവെക്കാൻ ചോദിച്ചു. നിമിഷങ്ങൾ കഴിയുന്തോറും ദയാലുവായ അറബി സമ്മതം കൊടുത്തപ്പോൾ നിമിഷങ്ങൾ കഴിയുന്തോറും ഒട്ടകം ക്രമേണ കയറി അറബി പുറത്തും ഒട്ടകം അകത്തുമായതുപോലെ ഇവരുടെ അടുത്ത സ്റ്റെപ്പ്. ഒരു ദിവസം അന്ന് സെക്രട്ടറി ആയിരുന്ന എന്റെ അടുത്ത് വന്ന് ഇവരുടെ ഒരു നേതാവ്, ഇന്ന് പ്രസംഗിച്ചതിൽപ്പെട്ട ഒരാള്, കഴിഞ്ഞ പരിപാടി പ്രസംഗിച്ചതിൽപ്പെട്ട ഒരാള് എന്നുകൊണ്ട് പറഞ്ഞു, നമ്മുടെ മൂത്രപ്പുരയുടെ നിർമ്മാണത്തിന് ബാക്കിയുള്ള മണല് അത് ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, അതൊന്ന് എടുക്കട്ടെ, അത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾ തരാറുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ ആവശ്യം? ഞങ്ങൾ വരാന്തയിൽ റൂമുണ്ടാക്കുകയാണ്, മദ്രസയുടെ വരാന്തയിൽ റൂമുണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു, മദ്രസയുടെ വരാന്തയിൽ റൂമുണ്ടാക്കാൻ എനിക്ക് സ്വന്തമായ അഭിപ്രായം പറയാൻ കഴിയില്ല. ഉടനെ ഞാൻ വിവരം അറിയിച്ചു, നമ്മുടെ നേതാക്കന്മാരെ അറിയിച്ചു. മഹാനായ അലവി ഹാജിയാണ് അന്ന് മദ്രസ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്. അലവി ഹാജി ഉടനെ ഒരു മനുവെമ്പ എടുത്തു കൊണ്ടുപോകണം. ഇട്ടത്ത് കൊണ്ട് നോക്കുമ്പോഴാ കാണുന്നത് ഹോളോബിക്സും വാതിൽക്കെട്ടിലും ജനൽക്കെട്ടിലും, പഴയ വാതിൽക്കെട്ടിലും ജനൽക്കെട്ടിലും കൊണ്ടുവന്നു വെച്ച് പണിക്കാരെ കാത്തിരിക്കുകയാ. അലവി ഹാജിയും നമ്മുടെ നേതാക്കന്മാരും പറഞ്ഞു, കൊണ്ടുപോകണം ഈ മദ്രസയുടെ മുറ്റത്തിൽ നിന്ന്. കെട്ടി ആ മദ്രസയുടെ വരാന്തയിൽ നിന്നും കൊണ്ടുപോയേക്കത ഈ നേതാക്കന്മാർ ഓർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ആ വരാന്ത മുഴുവൻ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങളുടെ കുട്ടികൾ പിന്നെ എവിടെ കയറും? മുകളിലേക്ക് എങ്ങനെ കയറും? ആകാശത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലേ? ആ വരാന്തയിലാണ് കുട്ടികൾക്ക് ഇരിക്കാനും കയറാനും കയറി നിൽക്കാനും ഒക്കെയുള്ള സ്ഥലം. അത് നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമാക്കാനും തിരിച്ചടക്കാനും കഴിയുമെന്ന വ്യാമോഹം വേണ്ട എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ അലവി ഹാജി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ നെഞ്ചോട് ചേർത്ത് ആവേശത്തോടുകൂടി നമുക്ക് നേതൃത്വം നൽകിയ അലവി ഹാജി മസ്ലഹത്ത് ചർച്ചയിൽ നമ്മുടെ പ്രതിനിധിയായി ചർച്ചയിൽ മധ്യസ്ഥനായി അവരോടൊന്ന് ചിരിച്ച് സംസാരിച്ചപ്പോഴേക്കും അവർക്ക് തോന്നി അലവി ഹാജി അവരുടെ ആളാണ്. കൂട്ടരെ, നാണമില്ലല്ലോ, വഫാത്തായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പതിവാണിത്. മഹാനായ തൻവീർ അഹ്മദ് മുസ്ലിയാരെ ജീവിതകാലത്ത് ചീത്ത വലിച്ച് അവഹേളിച്ച് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത നിങ്ങൾ 19 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ തൻവീർ ഉസ്താദിന്റെ ആണ്ട് നേർച്ച നടത്താനും ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതാനും നിങ്ങൾ തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ ആത്മാർത്ഥമായി സമസ്തയ്ക്ക് സേവനം ചെയ്തവർക്ക് സമൂഹത്തിൽ പൊതു അംഗീകാരം കിട്ടും. ഞങ്ങളുടെ നേതാക്കന്മാർക്കും സയ്യിദന്മാർക്കും കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ സമസ്തയ്ക്ക് സേവനം ചെയ്ത സാധാരണക്കാർക്കും അതിൻ്റെതായ രീതിയിലുള്ള അംഗീകാരം കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അലവി ഹാജി ആരാണ്? ഇത് അല്ലാഹു മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെയാവണം. അലവി ഹാജിയുടെ അവസാന നിമിഷങ്ങൾ മഹാനായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത മസ്ജിദുർ റഹ്മാനിൽ നിന്നുകൊണ്ട് പള്ളിയുടെ മുൻഭാഗം നന്നാക്കി ആ പള്ളിയിൽ നിന്നും ഒന്നുകൊടുത്ത് പള്ളിയിൽ നിന്നും വാങ്ങുകൊടുത്ത് അവിടെ ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടാണ് അല്ലാഹു അലവി ഹാജിയെ ഈ ലോകത്തിൽ നിന്നും വിളിച്ചത് എന്നുള്ളത്. ആ യാഥാർത്ഥ്യം അലവി ഹാജി ആരായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. മാത്രമല്ല, സമസ്തയുടെ റാലിയിൽ, ഇക്കഴിഞ്ഞ റാലിയിൽ പതാക തന്നെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അലവി ഹാജി നിന്ന ആ രംഗം നിങ്ങൾ ഇന്നും ആലോചിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ അലവി ഹാജിയെ നിങ്ങൾ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ട്. മുമ്പ് പള്ളിപ്പറമ്പ് JCB ഉപയോഗിച്ച് ഖബർസ്ഥാൻ സ്ഥലമൊരുക്കാൻ അലവി ഹാജിയെ കമ്മിറ്റി നിയോഗപ്പെടുത്തി. കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് രാവും പകലും ആ ഒരു ചിന്തയായി നടന്ന് പൊടിയും വെയിലും മണ്ണും ശരീരത്തിലേൽപ്പിച്ച്
അനവിഹാജിയ പള്ളിപ്പറമ്പ് പണിയെടുക്കുകയും കമ്മിറ്റി അന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറാനും വഴി തയ്യാറാക്കണം. അനവിഹാജി അത് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള നഷ്ടവും പ്രയാസവും ആലോചിച്ചുകൊണ്ട് JCB കൊണ്ടുവന്ന് JCBയെ കൊണ്ടൊരു വഴി അങ്ങോട്ടുണ്ടാക്കിയപ്പോഴേക്ക് നിങ്ങൾ ക്രൂരമായിട്ടാണ് അനവിഹാജിയോട് പെരുമാറിയത്. അദ്ദേഹത്തോട് പണി നിർത്തിപ്പോകാൻ പറഞ്ഞു. നിങ്ങൾ ഹൃദയവേദനയോടുകൂടി ഞങ്ങളുടെ നേതാക്കളോട് അനവിഹാജെന്ന് ആ ദുഃഖം പങ്കിട്ടിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ മദ്രസ 2 വിഭാഗത്തിന് നീക്കിവെച്ചു. എഗ്രിമെന്റിൽ പറഞ്ഞത് 2 വിഭാഗവും ദാറുൽ മദ്രസ നടത്താനാണ്. ആ മദ്രസ പേര് മാറ്റി ഇവിടുത്തെ വഖഫ് മുതലിലോ ഭരണഘടനയിലോ കാണാത്ത ഒരു പുതിയ പേരിട്ട് മദ്രസ പുതിയൊരു വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് ആ എഗ്രിമെന്റിനെ ലംഘിച്ചുകൊണ്ട് ഇവർ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്തതിൽ വ്യക്തമായി കാണും ദാറുൽ ഹിക്മ സുന്നി മദ്രസയുടെ വസ്തുവകകളും സ്ഥാപനവും ഒരു കാലത്ത് നടത്താൻ പ്രയാസപ്പെട്ടാൽ മർക്കസ് സഖാഫത്ത് സുന്നിയെ ഏൽപ്പിക്കണം. കക്കോവ് മഹല്ലിലെ മുൻഗാമികൾ വഖഫ് ചെയ്ത മുതല് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മർക്കസിന്റെ പേരിൽ എഴുതി ചേർത്തത്? മാത്രമല്ല, അങ്ങനെ ഒരു സുന്നി മദ്രസ ഈ മഹല്ലത്തിന് മുൻഗാമികളോ വാഖിഫുകളോ അതുപോലെ തന്നെ ഇവിടുത്തെ രേഖകളിലോ നിയത്ത് വെച്ചിട്ടില്ല. അതിന് രേഖകളിലൊന്നും കാണാനും കഴിയില്ല. അങ്ങനത്തെ ഒരു ഇല്ലാത്ത മദ്രസ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം പോലും നിങ്ങൾക്കില്ല എന്നുള്ളത് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് മദ്രസ പുനർനിർമ്മാണത്തെപ്പറ്റി ഒരു ചർച്ച വന്നു. ആ ചർച്ചയിൽ 2 വിഭാഗത്തിലെയും ഔദ്യോഗികമായ നേതാക്കന്മാർ പങ്കെടുത്തു. ആ യോഗത്തിൽ വെച്ച് ഇപ്പോഴത്തെ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ പ്രസിഡന്റ് പറയുക, മദ്രസ നമുക്ക് പുനർനിർമ്മിക്കാം. എല്ലാവരും അഭിപ്രായം പറഞ്ഞു. എല്ലാവരും പറഞ്ഞ നല്ല കാര്യം, കാലോചിതമായി മദ്രസ ഉണ്ടാക്കണം. അന്ന് പൂർവികർ, അന്ന് മഹത്തായ, അന്നത്തെ കാലത്ത് അതിമനോഹരമായ മദ്രസയാ, കാലോചിതമായി മദ്രസ നന്നാക്കണം. നമ്മളും പറഞ്ഞു. അപ്പം പ്രസിഡന്റ് പറയാ, മദ്രസ അങ്ങനെ അങ്ങോട്ട് നന്നാക്കാൻ പെട്ടെന്നൊന്നും പറ്റൂല. അപ്പൊ എന്തേ? അദ്ദേഹത്തിന്റെ വാദം അവിടെ അവതരിപ്പിച്ചു. അതാ ഗ്രൂപ്പിന്റെ വാദമാ. ഈ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സ്ഥലം, അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇനി മദ്രസ നിർമ്മിക്കുമ്പോ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്, ഞങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിനും ചേളാരിക്കാർക്കും 2 ഭാഗത്തും രജിസ്റ്റർ ചെയ്തു കൊടുക്കണം. എന്തേ? ഞങ്ങൾക്കറിയാം ആ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ ഭൂമിയിൽ ലക്ഷങ്ങൾ മുടക്കാൻ നിങ്ങൾക്ക് പേടിയുണ്ടാകും. ഞങ്ങൾക്ക് അവിടെ ലക്ഷങ്ങളല്ല, കോടികൾ മുടക്കിയാലും ഒരു പേടി ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ പൂർവികരുടെ പാതയിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ പേര് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ സിലബസ് മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ മദ്രസയുടെ വിദ്യാഭ്യാസ ബോർഡ് മാറ്റിയിട്ടില്ല. നിങ്ങൾ ആ വാദം ഉന്നയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കത് ബോധ്യമാവുകയുണ്ടായി. മറ്റൊന്ന്, ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയതിനായിരുന്നു നാട്ടിലെ ദർസ് സംവിധാനം സമാധാനത്തോടുകൂടി നടന്നു പോകണം. അങ്ങനെ 2 വിഭാഗത്തിനും കാലാവധി നിശ്ചയിച്ചു. ഓരോ വിഭാഗത്തിന്റെയും ഉസ്താദുമാരെ അതാത് ആളുകൾ പോയി കണ്ടെത്തി നിശ്ചയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭാഗത്ത് ഹാനായ ബീരാങ്കുട്ടി പൈസയെ ദർസ് നടത്താൻ വേണ്ടി വന്നു. വരുന്നതിന് ഒരാഴ്ച മുമ്പ്, അദ്ദേഹം ചാർജ് എടുക്കുന്ന ഒരാഴ്ച മുമ്പ് വന്ന് ഒരു കുട്ടിയെയും കൂട്ടിവന്നു. ഉടനെ ഇവരുടെ നേതാവ് പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾക്ക് മദ്രസയിലേക്ക് വേണം. ഷാഫി എന്നായിരുന്ന കുട്ടിയുടെ പേര്. ഉസ്താദ് അവിടെയുള്ള കാരണന്മാരൊക്കെ അപ്പോഴുള്ള ആളുകളോടൊക്കെ മുമ്പിൽ വെച്ച് അവർക്ക് വാക്കുകൾ ഉറപ്പിച്ചു, ഷാഫിയെ നിങ്ങൾക്ക് മദ്രസയിലേക്ക് ഞാൻ തന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അടുത്ത കുട്ടിയെ ഞങ്ങൾക്കും വേണം, ഞങ്ങളുടെ മദ്രസയിലേക്കും വേണം കുട്ടിയെ. ഉസ്താദ് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അങ്ങനെ പിറ്റേ ആഴ്ച ഉസ്താദ് ചാർജ് എടുക്കാൻ വന്നു. ദർസുല്ലാഹം കഴിഞ്ഞു. ഹദ്ദാദ് ചൊല്ലി. അന്ന് ഹദ്ദാദ് ചൊല്ലിയിരുന്നത് നിഷാദ് എന്നൊരു കുട്ടിയായിരുന്നു. ഹദ്ദാദ് കഴിഞ്ഞു, പുറത്തേക്കിറങ്ങി. ഉസ്താദ് നമുക്ക് നിഷാദിനെയും നിശ്ചയിച്ചു തന്നതാണ്.
ഈ നിഷാദിനെയുമായി ചെലവുകുടിയിലേക്ക് പോകാൻ നോക്കുമ്പോ പ്രശ്നമായി. ഞങ്ങൾക്ക് അവനെ വേണ്ട, ഷാഫിയെ വേണ്ട, ഞങ്ങൾക്ക് ഇവനെ മതി. മുത്തഅല്ലിമീങ്ങളെ അവിടെ വെച്ച് അവഹേളനം തുടങ്ങുക. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാക്ക് പറഞ്ഞു ഉറപ്പിച്ചതല്ലേ ഷാഫിയെ. അവിടെ പള്ളിയുടെ ദർസുദ്ഘാടന ദിവസം നോക്കണം നിങ്ങൾ. നമ്മുടെ ഒരു ദർസുദ്ഘാടന ദിവസം ആ പള്ളി വരാന്തയിൽ ഭയങ്കര പ്രശ്നമായി. അകത്തു നിന്നും വീരാൻകുട്ടി പൈസ വന്നു, പുറത്തേക്ക് വന്ന് രണ്ടു കൂട്ടരോടും പറഞ്ഞു, ഞാൻ രാവിലെ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കും, രണ്ടു കൂട്ടർ ഇറങ്ങിപ്പോകണം പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചു. ഉസ്താദ് ഷാഫിയെ അവർക്ക് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ നിഷാദിനെ നമുക്കും തന്നു. കുറച്ചു കാലം അങ്ങനെ നടന്നുപോയി. അപ്പോഴാണ് ഉസ്താദിന്റെ ദർസിൽ വളരെ പാവപ്പെട്ട ഒരു കുട്ടി, ഫിറോസ് എന്നൊരു കുട്ടി ഉസ്താദിനോട് വന്ന് പറഞ്ഞു, ഉസ്താദേ, അടുത്ത കൊല്ലം ഉപരിപഠനത്തിന് പോകാനുള്ള എനിക്ക് പഠിക്കാൻ ഒരു നയാ പൈസ എന്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ മദ്രസയിൽ ഒരു ചാൻസ് വാങ്ങിത്തരണം. ഉസ്താദ് നമ്മളോട് ബന്ധപ്പെട്ടു. നാട്ടിലുള്ള ഉസ്താദിനെ മാറ്റിക്കൊണ്ട് നമ്മൾ അവനൊരു അവസരം കൊടുത്തു. ഈ ഫിറോസ് എന്ന പാവപ്പെട്ട ദരിദ്രനായ മുതഅല്ലിം ദാറുൽ ഹിക്മ മദ്രസയിൽ കയറി എന്ന വിവരം കിട്ടിയപ്പോ അവരുടെ വീട്ടിലായിരുന്നു ആ കുട്ടിക്ക് ചെലവ്. ഭക്ഷണം മുടക്കി ആ കുട്ടി മദ്രസയിൽ കയറിയ ആ ദിവസം തന്നെ ഭക്ഷണം മുടക്കി. വീട്ടുകാരൻ പറഞ്ഞു, ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തുകൂടെ? പറ്റില്ല, അവൻ സമസ്തയുടെ മദ്രസയിൽ കയറി. ഏത് ഉസ്താദിന്റെ കുട്ടിയാ? ഒരു കുട്ടി അവരെ മദ്രസയിലും പഠിക്കുന്നു, ഒരു കുട്ടി നമ്മളെ മദ്രസയിലും പഠിപ്പിക്കുന്നു. അങ്ങനെ ചെലവ് മുടക്കിയ കഥ മാറ്റി അതിവിടെ അവതരിപ്പിച്ചത് മറ്റു രൂപത്തിലാ. ഷാഫിയെ ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിക്കാൻ തരപ്പെട്ടു പോകാത്തത് കൊണ്ട് ഞങ്ങൾ ചെലവ് മാറ്റി. ഷാഫിയെ ഒരു കാരണവുമില്ലാതെ മദ്രസയിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ ചെലവ് മുടക്കുകയും ചെയ്തു. അത് വേറെ കഥ. ഫിറോസ് എന്ന കുട്ടിയുടെ ചെലവ് മുടക്കിയ കഥ അതല്ല. അങ്ങനെ തൊട്ടടുത്ത വെള്ളിയാഴ്ച വികാരനിർഭരമായി ഉസ്താദ് അവിടെ നിന്നും ഖുർആൻ ഓതിക്കൊണ്ട് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. മിസ്കീന് ഭക്ഷണം മുടക്കിയവരെ നിങ്ങളാണ് നിന്നെ കുറവാക്കിയവരെന്ന് അന്ന് വീരാൻകുട്ടി പൈസി പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചത് ഇന്നും ഞങ്ങൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ വീരാൻകുട്ടി പൈസയുടെ കാലഘട്ടം കഴിഞ്ഞു. മാഹിർ ഉസ്താദ് വന്നു. നമ്മുടെ ഓരോ ഉസ്താദുമാരോടും കുട്ടികളോടും ഇവരെങ്ങനെ പെരുമാറി? മാഹിർ ഉസ്താദിന്റെ റൂമിലേക്ക് കയറി കമ്മിറ്റിയുടെ ഔദ്യോഗിക നേതാക്കന്മാർ, നിങ്ങളുടെ സിലബസ് നിങ്ങൾ കാണിച്ചു തരണം, നിങ്ങളുടെ ടൈം ടേബിളോടെ. ഉസ്താദ് ഒരു ദിവസം ജമാഅത്ത് കഴിഞ്ഞ് ഫാൻ ഓഫാക്കിയപ്പോൾ ജമാഅത്തിന് പങ്കെടുത്ത മുഴുവൻ ജനങ്ങളുടെ മുമ്പിലും വെച്ച് വളരെ അവഹേളിച്ചുകൊണ്ട് ഇവരുടെ നേതാക്കന്മാർ നമ്മുടെ ഉസ്താദുമാരെ മനസ്സിലാക്കി. ഉസ്താദിന്റെ കുട്ടികൾ ആ പള്ളിയുടെ മദ്രസയുടെ അപ്പുറത്ത് കിണറിന്റെ അടുത്ത് ചെറിയ പന്തെടുത്ത് തട്ടിക്കളിച്ചിരുന്നു. ഇവരുടെ ഔദ്യോഗിക നേതാക്കന്മാർ മട്ടലെടുത്ത് ആ കുട്ടികളെ മുഴുവൻ ആട്ടിയോടിച്ച കഥ ഞങ്ങൾ ഇന്നും ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ വന്നത് കൊട്ടപ്പുറം ഉസ്താദ് സൈനുദ്ദീൻ ഫൈസി. ആ കൊട്ടപ്പുറം ഉസ്താദിനോട് നിങ്ങൾ എങ്ങനെയാ പെരുമാറിയത്? നിക്കാഹിന്റെ സദസ്സിലേക്ക് ഉസ്താദിനെ ക്ഷണിച്ചു വരുത്തി. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നു നിക്കാഹ് നടക്കാൻ സമയം. ആ നിമിഷം ഉസ്താദിനെ അവഹേളിച്ചുകൊണ്ട് ജൂനിയറായ ഒരാളെ കൊണ്ടുവന്ന് ഉസ്താദിനെ മാറ്റി നിർത്തി നിക്കാഹ് നടത്തി. ഞങ്ങളുടെ മുദരിസുമാരെ അവഹേളിച്ചവരാണ് നിങ്ങൾ. ഉസ്താദിന്റെ കുട്ടികളെ മദ്രസയുടെ മുറ്റത്ത് നിന്ന് അവഹേളിച്ചുകൊണ്ട് അന്നിവിടെ പ്രസംഗിച്ചാൽ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവഹേളിച്ചത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ ഉസ്താദുമാരോട് പെരുമാറിയത്. എന്നാൽ മഹാനായ ഞങ്ങളുടെ നേതാവ് ഈ സമസ്തയുടെ ഓരോ കാര്യത്തിലും ഒരണമണി തൂക്കം വിട്ടുവീഴ്ച ചെയ്യാതെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്നി ഹാജി മരിച്ചപ്പോ നിങ്ങളുടെ മുദരിസായ ശംസുദ്ദീൻ മുസ്ലിയാർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇന്നും ഓർക്കുകയാണ്. എന്നെ വളരെയധികം സ്നേഹിച്ച
ഒരുപാട് സഹായങ്ങൾ ചെയ്ത, എന്റെ വീട്ടിലേക്ക് കാറിൽ പോലും എന്നെ കൊണ്ടുപോയി വിട്ട ഒരു മഹാനായിരുന്നു ഇന്നി ഹാജി എന്ന് ആ സമയത്ത് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് നിങ്ങളുടെ മുദ്രിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദുമാരോടും മുതഅല്ലിമീങ്ങളോടും നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ട നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മദ്രസ ഗ്രാൻഡ് വിഷയം നാട് മുഴുവൻ ഫ്ലക്സ് വെച്ച് പൊതുപരിപാടി വെച്ച് അവഹേളിച്ചുകൊണ്ട് വിളിച്ചുകൂടി നമ്മൾ ഗ്രാൻഡിനെ എതിരാണ്, ഗ്രാൻഡ് കിട്ടിയതിന് അസൂയയാണ് പോലും. ഈ കൂട്ടരെ എന്തിനസൂയ? പണമുണ്ടാകുന്നതിന് നിങ്ങൾക്കല്പം പണം കിട്ടുമ്പോഴേക്ക് ഞങ്ങൾ എന്തിനസൂയപ്പെടണം? മാറൂനെ പോലുള്ള മുതലാളിമാർ, ഫിറഔനെ പോലുള്ള രാജാക്കന്മാർ ഈ ലോകത്ത് പണവും അധികാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പണം വരുന്നതിൽ ഞങ്ങൾ ഒരിക്കലും അസൂയപ്പെടുകയില്ല. എന്താണതിന് കാരണം? ഇവർക്ക് ഗ്രാൻഡ് പാസ്സായി. ഏത് പേരിലാവുന്നത്? ദാറുൽ ഹിക്കം സുന്നി മദ്രസയുടെ പേരിൽ പത്രത്തിൽ പേര് വന്നു. ആ പത്രത്തിൽ പേര് വന്നപ്പോ ഇവരുടെ ഔദ്യോഗികമായ ആളുകൾ ഞങ്ങൾ ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ സെക്രട്ടറിക്ക് ഒരു കത്ത്, ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ വഖഫ് മുതലുകൾ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കോപ്പി കൈമാറണം. എന്തിനാ നിങ്ങൾക്ക്? ഞങ്ങളുടെ മദ്രസക്ക് ഗ്രാൻഡ് കിട്ടുന്നതിനാണ്. നിങ്ങൾ പറഞ്ഞ് ആലോചിക്കട്ടെ. നമ്മൾ ആലോചിച്ചു, മദ്രസ ഗ്രാൻഡിന്റെ ഓഫീസർമാരുമായിട്ട് ആലോചിച്ചു. അവർ പറഞ്ഞു അങ്ങനെ ആവശ്യമില്ല, വഖഫിന്റെ ഔദ്യോഗിക രേഖ ഇല്ലാതെ തന്നെ അതിനുള്ള സംവിധാനം വേറെയുണ്ട്, അവർക്ക് കിട്ടും. ഞങ്ങൾ ആ വിവരം പറഞ്ഞു. അപ്പം പറയുക, എന്താ ഞങ്ങൾക്കും അവകാശമില്ലേ? വഖഫിന്റെ മുതൽ ഞങ്ങൾ സുന്നി മദ്രസയുടേതല്ലേ, ഞങ്ങളത് നേടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാ നമ്മൾ അതിനെതിരെ നീങ്ങിയതും. അങ്ങനെ വഖഫിന്റെ രേഖ ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു പെറ്റീഷൻ മാത്രമാണ് ഈ മഹല്ലത്തിൽ സമസ്ത വിഭാഗം ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ ഗ്രാൻഡിനുള്ള അസൂയയോ അത് കിട്ടാതിരിക്കാനുള്ള പണിയോ അല്ല ഞങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ വഖഫിന്റെ ഔദ്യോഗിക രേഖ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് കിട്ടുകയും ചെയ്തു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുപോലെ മജ്ലിസുന്നൂർ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ എന്താ മജ്ലിസുന്നൂർ? മഹാന്മാരായ ഈ ഉമ്മത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധ ദീൻ ഈ ലോകത്ത് നിലനിർത്തുന്നതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിയ ബദരീങ്ങളുടെ പേരിൽ നടക്കുന്ന മജ്ലിസുന്നൂർ ഞങ്ങൾ തടുക്കും, ഞങ്ങൾ എതിർക്കും. വീമ്പലക്കി നാട് മുഴുവൻ ചുറ്റി നടന്നു നിങ്ങൾ. സഹോദരന്മാരെ, ഒരു തടസ്സവുമില്ലാതെ ഞങ്ങൾക്ക് നടത്താനും കഴിഞ്ഞു. മദ്രസയുടെ മുറ്റത്തേക്ക് സംഘടനാ പ്രവർത്തനങ്ങളും സംഘടനയുടെ കൊടിയും കാന്തപുരത്തിന്റെ മതവിധാനങ്ങളും SSFന്റെ സെക്ടർ സമ്മേളനത്തിന്റെ സെക്ഷൻ വരെ നിങ്ങളാണ് ആദ്യം കൊണ്ടുവന്നത്. നിങ്ങൾ കൊണ്ടുവന്ന ശേഷമാണ് നമ്മൾ മദ്രസയുടെ മുറ്റത്തേക്ക് SKSFന്റെ കൊടിയും നമ്മൾ കെട്ടിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. അവരുടെ വാദമനുസരിച്ച് ഒരു കുഴപ്പവുമില്ലാത്ത മഹല്ല്. ഇപ്പോഴാ കുഴപ്പം. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ 26 കൊല്ലമായി ഈ മഹല്ല് സഹിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തായി കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അർദ്ധരാത്രി വരെ നീണ്ടുന്ന കമ്മിറ്റികളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് പള്ളി കമ്മിറ്റിയിൽ, ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന്റെ കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നങ്ങളായി. കാരണവന്മാർക്ക് കമ്മിറ്റിയിൽ വരാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവരവഹേളിച്ചുകൊണ്ട് ചെവിയിൽ കേൾക്കാൻ പറ്റാത്ത തെറി വിളിക്കുകയും നമ്മുടെ സെക്രട്ടറിയെ കയ്യേറുകയും ഏകപക്ഷീയമായി തീരുമാനമെഴുതുകയും ചെയ്ത ഒരു സാഹചര്യം പള്ളി കമ്മിറ്റിയിൽ വന്നു. പള്ളി കമ്മിറ്റി കൂടുന്നില്ല. എങ്ങനെ കൂടാനാ? ആ പള്ളിയുടെ മുറ്റത്ത് കൂടെ പോകുന്ന ആർക്കും അന്ന് കാണാം. ആയാട്ട് മാത്രമല്ല, പള്ളിയുടെ മദ്രസയുടെ മുറ്റത്തേക്ക് ഇറക്കി ഉന്തും തള്ളും. ഇങ്ങനെ വന്നപ്പോ താൽക്കാലികമായി സെക്രട്ടറി കമ്മിറ്റി യോഗം നിർത്തിവെച്ചു. ഇനി ഇങ്ങനെ വിളിച്ചുകൂട്ടും. പക്ഷേ ഒരു കാര്യവും മുടങ്ങാതെ നടന്നു. പള്ളിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു, തോട്ടപ്പണി നടന്നു. അതുപോലെ ഉസ്താദുമാരെ ശമ്പളം ഭംഗിയായി കൊടുത്തു. നിങ്ങളുടെ സഖാഫിക്ക് വനിതാ ക്ലാസ് ഈ കഴിഞ്ഞ റമളാനിൽ നടത്താൻ ഐക്യത്തോടുകൂടി തന്നെ നടത്താനുള്ള സാഹചര്യം പോലും തന്നു.
അങ്ങനെ പെരുന്നാൾ ദിവസം അതിമനോഹരമായ ഒരു സന്ദേശം പ്രസംഗവും നടത്തിയിട്ടാണ് സഖാഫി ഇവിടെ നിന്ന് പോയത്. ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ 3 കൊല്ലത്ത് അവരുടെ കാലാവധി നിശ്ചയിച്ചത് കഴിഞ്ഞു. നമ്മുടെ ഉസ്താദ് വരണം, നമ്മുടെ ഉസ്താദും വരും, അവരുടെ മുഅദ്ദിനും വരും. പെരുന്നാൾ കഴിഞ്ഞ് അവധിയുള്ള വെള്ളിയാഴ്ച. അങ്ങനെ നമ്മൾ നമ്മുടെ ഉസ്താദ് നിശ്ചയിച്ചു, വിവരം അവർക്ക് കൊടുത്തു. എങ്ങനെയായോ നിശ്ചയിക്കരുത്. ഈ 2 വിഭാഗവും ആയതിനു ശേഷം നമ്മൾ ഈ പറഞ്ഞ ഉസ്താദുമാരെയും മുഅദ്ദിന്മാരെയും നമ്മൾ എങ്ങനെയാണ് നിശ്ചയിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് നിശ്ചയിച്ചത്? അതാത് ഗ്രൂപ്പിൽ പോയി അന്വേഷിക്കും. അവർ പോയി അന്വേഷിച്ച് ഉസ്താദുമാരെയും മുഅദ്ദിനെയും കണ്ടെത്തും. ഈ വരുന്ന ആളുടെ പേരോ നാടോ ക്വാളിഫിക്കേഷനോ മറ്റേ ഗ്രൂപ്പുകാർ അറിയുക തന്നെയില്ല. വരും, വെള്ളിയാഴ്ച ഖുതുബ നടത്തും, മുഅദ്ദിൻ മഹ്ശറ വിളിക്കും, അതുപോലെ തന്നെ ഉസ്താദ് ഖുതുബ നടത്തും. അങ്ങനെ ജുമുഅയ്ക്ക് ശേഷം എല്ലാ കാരണവന്മാരും കൂടിയിരുന്ന് ലീവ് കാര്യങ്ങൾ. ജാഫർ ഉസ്താദൊക്കെ അത്തരം അനുഭവമുള്ള ആളാണ്, നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പരാമർശിച്ച ആളുകളോടൊക്കെ ഇതിൽ സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ വീരാൻകുട്ടി പൈസി നമ്മുടെ തൊട്ടടുത്ത മഹലിൽ ജോലി ചെയ്യുന്ന പെരിങ്ങാവ് മഹലിൽ നിങ്ങളെപ്പോഴും കാണുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതും വല്ല കളവുമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുക. അങ്ങനെ ജുമഅയ്ക്ക് ശേഷം കൂടിയിരുന്ന് ലീവും കാര്യങ്ങളും നിശ്ചയിക്കും. ഇതല്ലേ നമ്മുടെ പതിവ്? ഇതല്ലേ, ഇങ്ങനെയല്ലേ നമ്മൾ കാലങ്ങളായി ഉസ്താദുമാരെ നിശ്ചയിച്ചത്? അതേ നിലക്ക് ഞങ്ങളും നിശ്ചയിച്ച വിവരം നിങ്ങൾക്ക് തന്നു. പക്ഷേ ജുമഅയുടെ അന്ന് ഇവരുടെ പ്രസിഡന്റ് വിളിച്ചു പറയുന്നു, നിങ്ങൾ നിശ്ചയിച്ച ആളെ ഞങ്ങൾ ഇന്ന് ജുമഅയ്ക്ക് സമ്മതിക്കൂല. എന്താ കാരണം അന്വേഷിച്ചു. പക്ഷേ കാരണമൊന്നും പറയാനില്ല. നിങ്ങൾ ആളെ നിശ്ചയിച്ച ആളെ ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഒരു ഊഹാപോഹം അപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കക്കോവില് നിന്നുള്ള പ്രോഗ്രാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇശാ ബാങ്കാണ്. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരും. ഇനിയാണ് അവിടെ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി, അതുപോലെ അലവി ദാരിമി ഉസ്താദ്, ക്ലിപ്പിൻസർ, മറ്റു സഖാഫിമാരൊക്കെ പങ്കെടുക്കുന്ന വലിയ പരിപാടിയാണ്. പ്രത്യേകിച്ച് അവിടെ വിഘടിതയുടെ പരിപാടി നടന്നു കഴിഞ്ഞ ദിവസം. അവരൊരുപാട് കളവുകൾ അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ക്ലിപ്പിംഗ് സഹിതമുള്ള മറുപടിയുമുണ്ട്. എല്ലാവരെയും നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. SKSFന്റെ ഔദ്യോഗിക ശബ്ദം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇമ വിട്ടാതെ അത് വീഡിയോ സഹിതം കാണാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ലാസ് റൂമിലും റേഡിയോയിലും കൂടാതെ യൂട്യൂബിലും ഇൻഷാ അല്ലാഹ് അതിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവരും യൂട്യൂബിൽ കിട്ടുന്നതിന് വേണ്ടി SKICR TV എന്ന് മാത്രം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ മതി. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് ഉണ്ടായിരിക്കും എന്ന സന്തോഷ വാർത്തയും അറിയിക്കുന്നു. നമ്മുടെ കാണാൻ കഴിയാത്തവർക്ക്, റേഡിയോ ഇല്ലാത്തവർക്കൊക്കെ ഏത് സമയവും ഇൻഷാ അല്ലാഹ് HD ക്ലാരിറ്റിയോട് കൂടി കാണാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ടീമൊക്കെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. സെയ്ദ് നൂറുദ്ദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ അതിജിയമാനി, അഷ്റഫ് ഉസ്താദ്, അതുപോലെ അൻസൂർ അലി, മുബാറക് കരവണ്ണപ്പാറ, സ്വാലിഹ് ഒറ്റപ്പാലം, അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് പ്രവർത്തകർ ഇൻഷാ അല്ലാഹ് ഉണ്ട് എന്ന് അറിയിക്കുന്നു. പിന്നെ അപ്പോൾ നമ്മൾ SKSFന്റെ ഔദ്യോഗിക ശബ്ദത്തിലൂടെ എല്ലാവരും കാണണം എന്നറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് കക്കോവിലെ പരിപാടി കേൾക്കുന്നതിന് വേണ്ടി മറ്റു റൂമുകളിൽ നിന്നൊക്കെ ആളുകളെ അറിയിക്കുക. സത്യം മനസ്സിലാക്കുവാനും ഇപ്പോൾ അവിടെ നാട്ടുകാരായ ആളുകൾ ആണ് ഇപ്പോൾ അവിടെ സ്വാഗത പ്രഭാഷണം വലിയ പ്രസംഗം കൊണ്ടൊക്കെ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തന്നെയാണ് നേതാക്കന്മാരുടെ പരിപാടിയൊക്കെ വരാനുള്ളത് എന്നും കൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി
വളരെ ക്ലിപ്പിങ്ങോട് കൂടിയ മറ്റു പ്രധാനപ്പെട്ട ചർച്ചയും ARCKP, സൽമാൻ നസേരി, മൊയ്തീൻ നസേരി, നൂർ ഫൈസി ഉസ്താദ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കും എന്നൊരു സന്തോഷ വാർത്തയും കൂടി കൂട്ടത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ ലൈവിന് ശേഷം എല്ലാവരെയും അതിലേക്കും ക്ഷണിക്കുന്നു. പിന്നെ പല വിഘടനന്മാരും ചോദ്യം ചോദിക്കാൻ സാധാരണ വരുന്നില്ല. അഥവാ ഇവിടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ അതല്ല നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെയും ക്ലാസ് റൂമിൽ വന്ന് ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തണം. എന്ത് ആണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്, ആ കാര്യത്തിൽ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാം. അതല്ല ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റുള്ളതെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനും അത് പ്രാമാണികമായിട്ട് ക്ലിപ്പുമായിട്ട് നിങ്ങൾക്ക് സമർത്ഥിക്കാനുള്ള അവസരവും സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അവസരം തരുകയും ഒരു വിഘടിതർക്കായും വഹാബികൾക്കായൊക്കെ ഇന്നലെ ഒരു വഹാബി ഇസ്ലാഹി വന്ന് ഇബാറത്ത് അർത്ഥം വെച്ച് വായിക്കാൻ പറഞ്ഞിട്ട് മുങ്ങിയതാണ്. അദ്ദേഹം ഇന്ന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പല ആളുകളും നമുക്ക് ഇതിലൊക്കെ ചർച്ച കഴിഞ്ഞു പോയതാണ്. ഈ വിഷയങ്ങളിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ഉണ്ടായിരിക്കും. അതുപോലെ പുതിയ ക്ലിപ്പുകളും എന്ന സന്തോഷ വാർത്തയും കൂട്ടത്തിൽ അറിയിക്കുന്നു. ലൈവ് ടീം യൂനിസ് ഫൈലി ഉസ്താദ്, അതുപോലെ സാദത്ത് കക്കോവ് അവരാണ് നമുക്ക് ലൈവ് നല്ല ക്ലിയർ ആയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ലൈവ് എത്തിയാൽ തുടങ്ങിയാൽ യൂനിസ് ഫൈലി ഉസ്താദ് റൈസാൻ ചെയ്യും. കക്കോവ് പരിസരത്തും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. വിഘടിതരെ കുഴപ്പമുണ്ടാക്കുകയും പള്ളിയിൽ വന്ന് ഫൈലി ഉസ്താദിനെ അടിക്കുക ചെയ്ത ചരിത്രം അടുത്ത കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൊയ്തീൻ നസീർ ഉസ്താദിന്റെ ഇവിടെ ഉണ്ടല്ലോ. മാഷാ അല്ലാഹ് പേരോടിന്റെ നേല് എന്ന പുതിയ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് മസാല പേച്ചതൊക്കെ ഇന്ന് രാത്രി ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ലൈവ് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അണികളെ മുഴുവൻ ആവേശമുണ്ടാക്കാൻ വേണ്ടി വ്യാജമായ പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. ഇവിടെ വരാൻ പോകുന്നത് അവരുടെ ഗ്രൂപ്പ് വിട്ട ഒരു സഖാഫിയാണെന്നും വിഭാഗം അന്ന് ജുമാക്ക് മുമ്പ് പള്ളിയിൽ എത്തുകയും പോലീസ് രണ്ട് വിഭാഗത്തെയും വിളിക്കുകയും ചെയ്തു. പള്ളിയുടെ മുറ്റത്തേക്ക് രണ്ട് വിഭാഗത്തിൽ നിന്നും പ്രതിനിധികൾ ഇറങ്ങി അവരാവശ്യം ഉന്നയിച്ചു. നിശ്ചയിച്ച ആളെ ഞങ്ങൾ മാറ്റും, അത് ഞങ്ങൾ സമ്മതിക്കൂല. അങ്ങനെ SI ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ഞങ്ങൾ പറഞ്ഞു, കാരണമെന്ത്? കാരണമൊന്നും ഇപ്പം ചർച്ച ചെയ്യാം, അതൊക്കെ പിന്നെ പറയാം, നിങ്ങൾക്ക് ആളെ മാറ്റിക്കൂടെ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ഞങ്ങൾ മാറ്റാം, പക്ഷേ ആ ഉസ്താദിനെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ഞങ്ങൾ, കാരണം ഒരാൾ ജോലിക്ക് വന്നതാണല്ലോ, അങ്ങനെ ആ ഉസ്താദിനെ വിളിച്ച് SI സാറിന്റെയും ഈ രണ്ട് പ്രതിനിധികളുടെയും രണ്ട് ഗ്രൂപ്പിന്റെ ആളുകളുടെയും ഇടയിലേക്ക് വരികയും ഈ SI സാർ ഈ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഫത്വ നടത്തരുത്, മാറി നിൽക്കണം. ഉസ്താദ് അതിന് തയ്യാറായി. അങ്ങനെ മാറ്റി നിർത്തി തീരുമാനമായി, സമാധാനമായി എല്ലാവരും ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് കയറി. വളരെ ശാന്തമായ സമയം, നാസർ വിളിക്കാൻ സമയമായി. നാട്ടുകാരനായ ബിരുദമെടുത്ത ആളുടെ മുസ്ലിയാർ മുഅദ്ദിൻ ജോലി ചെയ്യാൻ വേണ്ടി ഖുതുബ നടത്താനുള്ള ഉസ്താദിന്റെ റൂമിലേക്ക് കയറി. ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. എന്തൊക്കെയാ പ്രചരിപ്പിച്ചത്? കട്ടിലിനടിയിലൊരാള്, പുറത്തൊരാള്, വേറൊരാള്, എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് നിങ്ങൾ നടത്തിയത്? നിങ്ങളുടെ മുഅദ്ദിൻ അകത്ത് കയറി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഉസ്താദ് സമ്മതം കൊടുത്ത് മുഅദ്ദിൻ പുറത്തേക്ക് വന്ന് നാസർ വിളിച്ചു. പള്ളി മുഴുവൻ ശാന്തം, ഒരു ശബ്ദം പോലുമില്ലാത്ത പള്ളി. മഹാനായ ഉസ്താദ് ഖുതുബ നടത്താൻ വേണ്ടി റൂമിൽ നിന്നും അങ്ങ് ഇറങ്ങുന്ന സമയം ധിക്കാരിയായ ഒരു മനുഷ്യൻ ഈ സമൂഹത്തിൽ ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ അത്തരമൊരു ധിക്കാരിയെ നമ്മൾ കണ്ടിട്ടില്ല. കക്കോവ് മഹല്ലത്തിൽ ഒരു ധിക്കാരിയായ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയും ആ ഉസ്താദിനെ ഖതീബിനെ പള്ളിയുള്ളിലേക്കാക്കി വാതിലടക്കാൻ ശ്രമിക്കുകയും 3 ഗുണ്ടകൾ, കാന്തപുരം ഗ്രൂപ്പിലെ 3 ഗുണ്ടകൾ പള്ളിയിലെ മിഹ്റാബിലേക്ക്, മിമ്പറയുടെ മുകളിലേക്ക് ചാടിക്കയറുകയും ചെയ്തു. വളരെ വ്യക്തമായ ഗൂഢാലോചനയായിരുന്നു അത്. അതോടുകൂടി പള്ളിക്കുള്ളിൽ പ്രശ്നമായി. പോലീസ് ഉള്ളിലേക്ക് കയറി.
ആളുകൾ മുഴുവൻ പുറത്തേക്കാക്കി. സഹോദരന്മാരെ, ആ മനുഷ്യൻ അവിടെ ഉസ്താദിനെ തള്ളിയതോടുകൂടി പ്രശ്നം പള്ളിയിൽ ആകെ കുഴപ്പമായി. സഹോദരന്മാരെന്ന് ആലോചിച്ച് നോക്ക്. അന്നും ആ പള്ളിയിൽ മുഅദ്ദിൻ വിളിച്ചു, മാശറൽ മുസ്ലിമീൻ الجمعة حج الفقراء والمساكين وعيد المؤمنين. ഫക്കീറിന്റെയും മിസ്കിന്റെയും ഹജ്ജാണ് ജുമുഅ. അന്നും അവരുടെ മുഅദ്ദിൻ പ്രഖ്യാപിക്കുകയുണ്ടായി, നാട്ടിലുള്ള ഫക്കീറിന്റെയും മിസ്കിന്റെയും ജുമുഅ മുടക്കി മാസങ്ങൾ തോറും മക്കയിൽ പോയി ഉംറ ചെയ്തതുകൊണ്ടായില്ല സഹോദര. അതുപോലെ തന്നെ ആ മിമ്പറയുടെ മുകളിൽ നിങ്ങൾ കയറി ഗരാവോ നടത്തി. അള്ളാഹുവിനോടാണ് നിങ്ങൾ ഗരാവോ നടത്തിയത്. അള്ളാഹു ബഹുമാനിച്ച ചില സ്ഥലങ്ങളും സമയങ്ങളും ആദരിക്കാൻ ആഗ്രഹിക്ക് നിങ്ങൾക്കത് വെറും മരക്കഷ്ണമായിട്ട് തോന്നിയിട്ടുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് മദീന പള്ളിയിൽ വെച്ച് പഴയ മിമ്പറ മാറ്റി പുതിയൊരു മിമ്പറ സ്വീകരിച്ചു. ആ മിമ്പറയുടെ മുകളിൽ കയറിയപ്പോ പള്ളിക്കുള്ളിൽ ഒരു കരച്ചിൽ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് പഴയ മിമ്പറെ തലോടിയപ്പോഴാണ് ആ കരച്ചിൽ നിന്നതെങ്കിൽ ഓർത്തോ, ആ മിമ്പറയുടെ മുകളിൽ കയറിയവരെ ആ മിമ്പറ സാക്ഷിയാണ്, ആ പള്ളി സാക്ഷിയാണ്. അവിടെ വെള്ളിയാഴ്ച ഹാജരായ മലായികത്തുണ്ടാകും. നമ്മുടെ ഉസ്താദുമാരുടെ പഠിപ്പിച്ചത് മിമ്പറയിൽ കയറുന്നത് വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ റെക്കോർഡാക്കി വരുന്നവർക്ക് എല്ലാവിധത്തിലുള്ള വിവരങ്ങളും രേഖപ്പെടുത്തുന്ന മലായികത്തുണ്ടവിടെ. മക്കോവിലെ മുസ്ലിമീങ്ങൾ മുഴുവനുണ്ടവിടെ. ആരാണ് ജുമുഅ മുടക്കിയതെന്ന് ഈ നാട്ടിൽ വന്നുകൊണ്ട് കളവ് പറഞ്ഞാൽ ഒരു കാലത്തും അത് വെളുപ്പിക്കാൻ കഴിയുകയില്ല എന്ന് സന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നാട്ടുകാരെ കരഞ്ഞുകൊണ്ടാണെന്ന് ജുമുഅക്കാരാളുകൾ പുറത്തേക്ക് ഒഴുകിയത്. അവർ മാത്രമായിരിക്കില്ല അന്ന് കരഞ്ഞത്. ആ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും കരഞ്ഞിട്ടുണ്ടാകും. കാരണം എല്ലാ വെള്ളിയാഴ്ചയും തേന്മഴയായി നമ്മുടെ പള്ളിയിൽ നിന്നും കിട്ടുന്ന ദുആയാണ്, പ്രാർത്ഥനയാണ് നിങ്ങളന്ന് മുടക്കിയത് എന്നുള്ളതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഇവരുടെയൊക്കെ കോലവും ഇവരുടെയൊക്കെ നിസ്കാര തഴമ്പും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ സലാത്തിന്റെയും ദിക്റിന്റെയും മണ്ണം കൊണ്ട് പാവപ്പെട്ട പലരും അതിൽ പെട്ടുപോയിട്ടുണ്ട്. മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊക്കെ ഹാജരാകണം. നാളെ വായക്ക് സീല് വെച്ച് കയ്യിൽ സംസാരിച്ച് താൻ സാക്ഷി പറയുന്നത് കാണുന്നതാണെന്ന ബോധം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ നിഷ്പക്ഷമായി നിൽക്കുന്നവരെ മാറി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ദീനിന്റെ പേരിൽ വിനീതമായി അപേക്ഷിക്കുകയാണ്. കൂടുതലായി ഞാനിനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എത്തിക്കഴിഞ്ഞു. അലവിദാരി ഉസ്താദെത്തി. നേരത്തെ ഞാൻ പരാമർശിച്ച ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഫൈസിയും ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അവരെ ഇതിനുശേഷം അന്ന് അസ്ർ നിസ്കാരം, കുറച്ച് കൂടി കാര്യങ്ങൾ പറയട്ടെ. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി ജുമുഅ മുടങ്ങിയ ദിവസം നമ്മുടെ ആളുകൾ താൽക്കാലികമായിട്ട് അവിടെ നിസ്കരിച്ചു വരുന്ന ബാങ്ക് കൊടുക്കുന്ന ആളെ കൊണ്ടുവന്നു. അപ്പൊ ഈ ആളുകൾ വരികയാ. ഈ വിഭാഗം വന്നുകൊണ്ട് പറഞ്ഞു പള്ളി തുറക്കാൻ പറ്റൂല. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് നിസ്കരിക്കണം, ബാങ്ക് കൊടുക്കണം. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ലാസ്റ്റ് അവര് SI സാർ പള്ളി തുറന്നപ്പോ ഇവര് പറഞ്ഞ് ജമാഅത്ത് പറ്റൂല, ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കണം. ഞങ്ങൾ വിട്ടില്ല. ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നീതിമാന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിഹ്റാബിൽ നിന്നും മാറി നിന്ന് ജമാഅത്ത് നടത്താനുള്ള അവസരം തന്നു. പിന്നെ ഈ സംഭവത്തിന് കൊണ്ടോട്ടി CI ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. രണ്ട് വിഭാഗത്തിൽ നിന്നും 5 ആളുകൾ പങ്കെടുത്തു. ജുമുഅ മുടക്കിയ വ്യക്തി ഉൾപ്പെടെയുള്ള 5 ആളുകളും ഞങ്ങൾ 5 ആളുകളും. പുറത്ത് ജനാലയ്ക്ക് പുറത്ത് നാട്ടുകാരായ ആളുകൾ നോക്കി നിൽക്കുന്നു. ഉള്ളിൽ CI സാറുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനുണ്ട്. CI സാർ ചോദിച്ചു, എന്താ ജുമുഅ മുടക്കാൻ എന്താ പ്രശ്നമുണ്ടായത്? ആ സമയത്ത് അവർ പറഞ്ഞു, ഇവര് ആളെ മാറ്റിക്കളിച്ചു, നിശ്ചയിച്ച ആളല്ല വെച്ചത്. ഞങ്ങൾ പറഞ്ഞു, സാർ SI സാർ ഞങ്ങളോട് പറഞ്ഞു ആളെ മാറ്റണം. SI സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നിശ്ചയിച്ച ആളെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാം. ആ ആളോട് നിങ്ങൾ പറയണം.
അങ്ങനെ ഞങ്ങൾ ആ ഉസ്താദിനെ കൊണ്ടുവന്ന് ഉസ്താദിനോട് സാറാണ് ഇത് പറഞ്ഞ് നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞത്. ഉടനെ CI പറഞ്ഞു, എങ്കിൽ SI വിളിക്കും പോലീസുകാരനോട്. ഉള്ളിൽ നിന്നും വാഴക്കാട് SI പുറത്തേക്ക് വന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തു. എന്നിട്ട് SI സാർ പറഞ്ഞു, സാറോട് ചോദിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാണ് CI സാർ എല്ലാവരെയും. SI പറഞ്ഞു, എന്താ ഉണ്ടായ CI SIനോട് ചോദിച്ചു. അപ്പൊ വാഴക്കാട് SI സാർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ജുമുഅ മുടക്കാൻ ഈ ആളെ മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആളെ കൊണ്ടുവന്നു. ഇവർ കൊണ്ടുവന്ന ആളോട് മാറി നിൽക്കണമെന്ന് ഞാനാണ് പറഞ്ഞത്, CI സാർ പറഞ്ഞു. അപ്പൊ ചോദിച്ചു ഇവരോട്, CI സാർ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ മറ്റേ ആളെ തടയാൻ കാരണം? ഉടനെ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അയാൾ ഞങ്ങൾക്കെതിരെ പ്രകോപനപരമായി പ്രസംഗിക്കുന്ന ആളാണ്. CI സാർ ചോദിച്ചു, അയാൾ അങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് തൊഴിലുണ്ടോ? CD ഉണ്ടോ? പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് CD ഉണ്ടാവും, ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞു. അത്രമായപ്പോൾ നമ്മൾ പറഞ്ഞു, സാർ ഈ 2 ഉസ്താദുമാരെയും ഈ സദസ്സിലേക്ക് ഹാജരാക്കാൻ സാർ സമ്മതിക്കുമോ? നിങ്ങൾക്കതിന് കഴിയുമോ? ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവരാറുണ്ട്. അന്ന് ജുമുഅക്ക് ആ പള്ളിയിൽ വന്ന ഈ 2 ഉസ്താദുമാരെയും കൊണ്ടോട്ടി CI ഓഫീസിൽ ഞങ്ങൾ ഹാജരാക്കി. ഈ ഉസ്താദുമാർ വരുമ്പം തന്നെ ഇവരുടെ മുഖം മ്ലാനമായി. അങ്ങനെ നോക്കണം, ആ സദസ്സിലേക്ക് 2 ഉസ്താദുമാർ വന്നു. ഉടനെ CI സാറ് 2 പേർക്കും കൈ കൊടുത്ത് അവിടെ ഇരുത്തി. അങ്ങനെ CI സാർ ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായ, ആരാ ആദ്യം ഇവര് പറയുന്ന ആളാരാന്ന് ചോദിച്ചു. ഞങ്ങൾ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങനെ CI സാർ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായത് പറയണം. ഉസ്താദ് പറഞ്ഞു, എന്നെ പുറത്തേക്ക് വിളിച്ചു, ചർച്ചയ്ക്ക് വിളിച്ചു. ഞാൻ അവിടേക്ക് ചെന്നു. SI സാർ, ഈ സാറ് നേരെ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്, ഈ സാർ എന്നോട് പറഞ്ഞു, എന്നോട് നിൽക്കരുത്, നിങ്ങളിന്ന് മാറി നിൽക്കണം, സമാധാനത്തിന് വേണ്ടി മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാറി നിന്നു. നോക്കണം, നേരത്തെ SI പറഞ്ഞ അതേ സത്യം ഉസ്താദും പറഞ്ഞു. അങ്ങനെ CI സാർ മറ്റേ 2ാമത്തെ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉണ്ടായ സംഭവം നിങ്ങൾ പറയണം. ഏതാ സദസ്സ് നോക്കണം. ആ വിഭാഗത്തിൽ 5 ആളുകൾ, ഇപ്പുറത്ത് 5 ആളുകൾ, പുറത്ത് നാട്ടുകാർ മുഴുവൻ നിൽക്കുന്നു. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, SIമാർ, 2 SIമാർ, പോലീസുകാർ, ഇവരുടെ മുമ്പിൽ വെച്ച ആ ഉസ്താദ് ആ സംഭവം അതിദാരുണമായി ദുഃഖത്തോടുകൂടി അവതരിപ്പിച്ചു. എന്റെ അടുത്തേക്ക് മഹാസറയ്ക്ക് സമ്മതം ചോദിച്ചു മുഅദ്ദിൻ വന്നു. ഞാൻ സമ്മതം കൊടുത്തു. മുഅദ്ദിൻ മഹാസറ വിളിച്ചു. ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ജുമുഅ മുടക്കിയ ധിക്കാരിയുടെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് വികാരനിർഭരമായി CI ഓഫീസിൽ നിന്ന് പറഞ്ഞു, ആ മനുഷ്യനെ തള്ളി സാർ. അദ്ദേഹം എന്റെ റൂമിലേക്ക് തള്ളി വാതിലടക്കാൻ ശ്രമിച്ചുവെന്ന് കൊണ്ടോട്ടി CI ഓഫീസിന് മുമ്പിൽ ആ ഉസ്താദ് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു. അപ്പൊ CI പറഞ്ഞു, ഇവർക്ക് ചെറിയൊരു പരാതിയുണ്ട്. നിങ്ങൾ ഇവരെക്കുറിച്ച് പ്രകോപനപരമായി പ്രസംഗിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. ഞങ്ങളുടെ ആ സദസ്സിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്റെ 2 കൈയും CIയുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാർ നോക്കണം, എന്റെ കൈകളിൽ കയറുകളാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പാവം മുസ്ലിയാരാണ് ഞാൻ. ഇന്ന് വരെ ഒരു പൊതുവേദിയിൽ ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ട് തന്നെയില്ല. ആ സത്യം പറഞ്ഞതോടുകൂടി ആ നിൽക്കുന്ന ധിക്കാരിയായ ആളുകളോട് ഇരിക്കാൻ പറഞ്ഞു CI. അങ്ങനെ നാണം കെട്ട് മനുഷ്യന്മാരുടെ മുമ്പിൽ മുഖം കെട്ട് ഇറങ്ങി വന്ന് നാട്ടിൽ മുഴുവൻ ഫ്ലക്സും നോട്ടീസും അടിച്ച് അണികളെ അടിക്കിടെ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വനിതാ ക്ലാസ് വെച്ച് നമ്മളല്ല മുടക്കിയത്, സമസ്തക്കാരാണ് മുടക്കിയതെന്ന് 10,000 പ്രാവശ്യം പറഞ്ഞാലും ഒരു കാലത്തും ആ കളവിനെ ഒളിപ്പിക്കാൻ കാന്തപുരക്കാരെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അന്നത്തെ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പോലീസും പട്ടാളവും വഖഫ് നിയമങ്ങളുമൊന്നും പ്രശ്നമല്ല. കാന്തപുരം ഗ്രൂപ്പിന്റെ ആളെന്ന് പ്രസംഗിച്ചതാ, സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതാ. എന്നാൽ സഹോദര, ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ പോലീസിനെയും പട്ടാളത്തെയും വഖഫ് നിയമങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ബഹുമാനിക്കുന്നു. ഞങ്ങൾ അവരെ ആദരിക്കുന്നു.
ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അനീതിയോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയില്ല. നീതി പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട്. ഈ നാട്ടിലെ പൂർവികർ വഖഫ് ചെയ്ത മുതല് വാക്കിപ്പിന്റെ നിയത്തെന്താണോ അതനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ സമസ്തയുടെ അണികൾ ഇവിടെയുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇനി കൂടുതലായി സംസാരിച്ച് സമയം നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിഭാഗത്തിലുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. മറ്റൊന്ന്, പള്ളിയിലേക്ക് ആളുകൾ നിസ്കാരത്തിന് കടന്നു വരുമ്പോൾ ആദ്യം അത്ര തന്നെ പള്ളിയുമായിട്ട് നിരന്തരം ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ ഉസ്താദുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും അങ്ങനെ വന്ന് നിസ്കാരത്തിലും ജമാഅത്തിലുമൊക്കെ പങ്കെടുക്കുമ്പോ ഇപ്പം അവരെ പറ്റി കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് കൂട്ടരെ? ആരെങ്കിലും ഒരു വക്ത് വന്ന് നിസ്കരിച്ചോട്ടെ, നിങ്ങൾ അളക്കണം അവരുടെ ഈമാൻ. നിങ്ങളെക്കാൾ ഒരു പക്ഷേ താടിയും തലപ്പാവും വെച്ച് വേഷം കെട്ടി നടക്കുന്നവരെക്കാൾ, നിങ്ങളെക്കാൾ ഒരു പക്ഷേ ഈമാൻ ഈ സാധാരണക്കാരിലായിരിക്കാം. നമുക്കറിയാൻ കഴിയില്ല. അത് അല്ലാഹുവിനാണ് ആ ആളുടെ, ഈ വരുന്ന കുട്ടികളുടെ ഈമാൻ അല്ലാഹുവിനെ അറിയുകയുള്ളൂ. നിങ്ങളത് കണക്കാക്കണ്ട എന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേ ഞങ്ങൾക്ക് ഈ കാര്യത്തെപ്പറ്റി വിശദീകരിക്കാനുള്ളൂ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ നേരത്തെ ഞാൻ ഓതിയ അൽ ബഖറ സൂറത്തിലെ 114-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ ഇവിടെ ഓതിക്കേൾപ്പിച്ച ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയത് ഇതുകൊണ്ട് തന്നെയായിരിക്കും. ഖിയാമത്ത് നാൾ വരെ ഇത്തരത്തിലുള്ള ധിക്കാരികളും അക്രമികളും വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ആ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ ആരാധനാലയങ്ങളെ, അല്ലാഹുവിന്റെ പള്ളികളെ ഇബാദത്തിനെ കൊണ്ട് തടസ്സം നിൽക്കുന്നവരെക്കാൾ വലിയ അക്രമിയാരാണുള്ളത്? പേടിച്ചുകൊണ്ടല്ലാതെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അവർക്ക് നാട്ടിൽ ഈ ദുനിയാവിൽ കൊടിയ അപമാനവും പരലോകത്ത് വമ്പിച്ച ശിക്ഷയും അതികഠോരമായ ശിക്ഷയുമുണ്ട് എന്ന പരിശുദ്ധ ഖുർആന്റെ ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മനസ്സിലാക്കി പാവപ്പെട്ട ഈമാനുള്ളവർ വല്ലവരും ആ വിവാദത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങളും ഈ സത്യപാന്താവിലേക്ക് തഖ്വയിൽ അധിഷ്ഠിതമായി മഹാന്മാർ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് കടന്നു വരണേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം എന്നിൽ അർപ്പിതമായ കടമ നിർവഹിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ എത്താമെന്നേറ്റ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ദാരിമി അതിന് പ്രയാസം അറിയിച്ചിരിക്കുകയാണ്. ആലപ്പുഴ വെച്ച് നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഉസ്താദിന് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അലവി ദാരിമി കുഴിമണ്ണ ഈ പ്രസ്ഥാനത്തിന്റെ, സത്യപ്രസ്ഥാനത്തിന്റെ സന്ദേശവാഹകനായി വിഘടിതരുടെ മുഴുവൻ കോളത്തരങ്ങളും ഈ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് നമ്മുടെ നാട്ടിലെ കേരളത്തിന് വഴികാട്ടിയായ ബഹുമാനപ്പെട്ട അലവി ദാരിമി കുഴിമണ്ണ ഉസ്താദ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു. ഹാനവറുകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം മാസ്റ്റർ അവറുകളാണ്. ഈ മഹല്ലത്തിന്റെ കാരണവർ കൂടിയായ PB ഇബ്രാഹിം മാസ്റ്ററെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട വീരാൻകുട്ടി പൈസി, അതുപോലെ തന്നെ കബീർ മുസ്ലിയാർ, അതുപോലെ സദർസ്ഥാർ എം മുഹമ്മദ് ബാക്കവി, അതുപോലെ നമ്മുടെ അയൽ മഹല്ലിലെ കാരണവർ ബഹുമാനപ്പെട്ട മൂസ ഹാജി, KK മൂസ മൗലവി, PK അബ്ദുൽ ബാസിദ് ഹാജി, ജാഫർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരന്മാർ, മുഴുവൻ നാട്ടുകാർക്കും അയൽ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷനെ ഈ യോഗത്തിന് അധ്യക്ഷത ഏറ്റെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ നമ്മുടെ മുഖ്യാതിഥി അലവി ദാരിമി അവരുടെ, വേദിയിൽ ഭൂയിഷ്ഠരായ പ്രമുഖ വ്യക്തികളെ, നാട്ടുകാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സമയം വളരെ വൈകിയിരിക്കുന്നു. ഏതാനും ചില കാര്യങ്ങൾ കൂടി മാത്രം 2 മിനിറ്റിനകം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇതോടനുബന്ധിച്ചുണ്ടായത് പള്ളിയിലെ മുസ്തലിമീങ്ങൾക്ക് ചെലവ് മുടക്കിയ കാര്യമാണ്. നേരത്തെ
ഷരീഫ് മാഷ് പറഞ്ഞ ആ വ്യക്തി തന്നെയാണ് ഈ മഹലിലുണ്ടായ മുദരിസിന്റെ കീഴിലുള്ള കഴിഞ്ഞ മുദരിസിന്റെ കീഴിലുള്ള കുട്ടികൾക്ക് നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന കുട്ടികളെ പെട്ടെന്ന് ചെലവുകൾ മാറ്റുക. ഒരു കുട്ടിക്ക് ദൂരത്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ വീട് മാറ്റിയാൽ കൊള്ളാം. അതേ സമയത്ത് മൊത്തം വീട് നമ്മുടെ കുട്ടികളെ നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റി ആ വിഭാഗത്തിന്റെ മാത്രം വീടുകളിലേക്ക് മാറ്റുക. അദ്ദേഹം പറഞ്ഞ ന്യായം, അവർ പറഞ്ഞ ന്യായം അടുത്തേക്ക് മാറ്റിയെന്നതാണ്. അവർ സംശയം ചോദിക്കട്ടെ, ഇരിപ്പകണ്ടത്തിൽ TP അബൂബക്കർ സാഹിബിന്റെ വീട്ടിൽ നിന്നുള്ള കുട്ടിയെ തൊട്ടടുത്ത ഇരിപ്പകണ്ടത്തിൽ ചെറിയവാജിയുടെ വീട്ടിലേക്ക് മാറ്റി എന്ത് ന്യായീകരണമാണ് അവർക്കുള്ളത് എന്ന് പരിപാലിച്ചാൽ കൊള്ളാം ഞാൻ ചോദിക്കുന്നു. പിന്നെ ഈ പള്ളിയെ ജുമാ മുടക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് കഴിഞ്ഞ് കൊണ്ടോട്ടി CAയുടെ ചർച്ചയും കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട, ഞാൻ എന്നും ബഹുമാനിക്കുന്നു, വ്യക്തിപരമായി സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തോട് പള്ളിയിൽ ചോദിച്ചു, സുബൈക്ക് ശേഷം സുഹൃത്ത് മൗലവി എന്ത് ചെയ്താണ് ചെയ്തത്? ഈ പള്ളിയിൽ ജുമാ മുടക്കിൽ എന്തുകൊണ്ടാണ് ഇത് ശരിയാണോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഉണ്ടാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഉടനെ വീട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് എല്ലാം ലാൻഡ് ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് ഈ പേര് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഈ ദുനിയാവിൽ മാത്രം, ദുനിയാവുള്ളോടത്തോളം കാലം ജനങ്ങൾ നിങ്ങൾ വെറുക്കും. ഈ പേര്, ഈ അപകീർത്തി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ആഖിറത്തിൽ നിങ്ങൾക്ക് പേര് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ഹക്കായിട്ട് ഞാൻ നെഞ്ഞത്തെ വെച്ചുകൊണ്ട് പറയുന്നു, മാഷേ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാണ് എന്ന്. ആ വാക്ക് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞു പോയ വാക്കാണ്. ഞാൻ തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചു പോയതാണ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ഞാൻ വൈസ് പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്. അല്ല എന്ന് അദ്ദേഹം പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതാണ് അതിന്റെ ഹക്കായ സ്ഥിതി. എന്നിട്ട് ഇവിടെ വന്നു കൊണ്ട് ഒരു വ്യക്തി വന്ന് ജുമ മുടക്കിയതാണ് എന്ന്. ഈ കോട്ടുപാടം പള്ളിയിലെ മസൂദ് റഹ്മാനിലെ ആൾക്കാർ ജുമ ഇവിടെ നിർത്തിവെച്ചുകൊണ്ട് അവിടെ വന്ന് ജുമ മുടക്കാൻ വന്നതാണ്. യാതൊരു സത്യവുമായി പുലബന്ധ പോലും ഇല്ലാത്ത കഥ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പറ്റിക്കുന്നതിന് പരിധിയുണ്ട്. ആ യാഥാർത്ഥ്യം എല്ലാവരും ലോകം മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾക്കറിയുമോ, ആ മനുഷ്യനെ കാണുമ്പോ എവിടെയൊക്കെ അദ്ദേഹം അങ്ങാടിയിൽ പോകുന്നുവോ അവിടെയൊക്കെ അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തെ കാണാതെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത് കക്കോവിൽ ജുമാ മുടക്കിയ മനുഷ്യനാണ് ആ പോകുന്നതെന്ന്. ഒരു പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ, സ്വന്തം സഹോദരനായാലും സഹോദരിമാരാണെങ്കിലും ഒക്കെ തന്നെ ആ മനുഷ്യൻ കാണാതെ മറ്റു അങ്ങാടി കൂടെ പോകുമ്പോൾ, മറ്റു നാടുകളിൽ പോകുമ്പോൾ ആ മനുഷ്യനാണ് കക്കോവിൽ ജുമാ മുടക്കാൻ നേതൃത്വം കൊടുത്ത് പറയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇന്നും ഞാനും ആ മനുഷ്യരുമായി യാതൊരു ഉറപ്പുമില്ല, വ്യക്തിപരമായി ബന്ധം സൂക്ഷിക്കുന്നു. ആ ബന്ധം ഏത് വ്യക്തിയോടും സൂക്ഷിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ അന്നും വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ സമയത്ത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ മുഖ്യ അതിഥിയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം എല്ലാവരും പൂർണ്ണ കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ഉസ്താദ് അൽമീദാരിമിയുടെ പ്രഭാഷണം നടക്കാൻ പോവുകയാണ്. കക്കോവ് മഹലിലെ വർത്തമാന സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട ഷർഫുദ്ദീൻ മാസ്റ്ററും മുൻ മഹലിലെ പ്രസിഡന്റ് കൂടിയായ ഇബ്രാഹിം മാസ്റ്ററൊക്കെ സംസാരിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ, അതിന്റെ പണ്ഡിതന്മാരെയും വ്യക്തിഹത്യകൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ ആര് എന്തു ചെയ്താലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ അവരെ പിടിച്ചുകെട്ടിക്കൊണ്ട് ഇനിയും വേണ്ടിവന്നാൽ പരിപാടികൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഒട്ടനേകം പരിപാടികൾ നടത്താൻ ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ളിടത്തോളം കാലം ഞങ്ങൾ ഒരുക്കമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചെലവുണ്ട്. നാമൊക്കെ സമസ്തയുടെ മദ്രസയും മദ്രസാ പ്രസ്ഥാനവും ഒക്കെ ഉണ്ടായത് ഓരോ നമ്മുടെ പാവപ്പെട്ട മാതാപിതാക്കളുടെയൊക്കെ മടിശൂലയിലെ നാണയത്തുട്ടുകളെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ നിങ്ങളെ കൂട്ടമായി വരുമ്പോൾ നിങ്ങൾ നിസ്സീമമായി സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് വേണ്ടിവന്നാൽ ഇനിയും സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പതാകയെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ ഏത് എംബോക്കിയെയും പിടിച്ചുകിട്ടുമെന്ന പ്രഖ്യാപനത്തോടെ നിങ്ങൾ സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ നമ്മുടെ പരിപാടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി ലോകത്ത് എമ്പാടുമുള്ള ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഇത് തത്സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഉസ്താദ് അവർകളെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف